നിലമ്പൂരിലേക്ക് പോകുമ്പോൾ നിലമ്പൂര് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പ്രചരണം ആരംഭിക്കും. ഇന്നലെ തന്നെ UDFന്റെ ഒരു ചിത്രമൊക്കെ തെളിഞ്ഞിരുന്നു. രാവിലെ തന്നെ അദ്ദേഹം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ ഖബറിടത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാകും പ്രചരണത്തിനായി ഇറങ്ങുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഓരോ മുന്നണികളുടെയും നീക്കങ്ങൾ എങ്ങനെയാണ്, എന്താണ് നിലവിലെ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം കാറും കോളും ഒക്കെ നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ദിവസം പുതിയ സ്ഥാനാർത്ഥി പ്രചരണത്തിനായി ഇറങ്ങുന്ന ദിവസമാണ്, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം എന്ന് പരിശോധിക്കാൻ നമ്മുടെ പ്രസാദ് ഉടുമ്പശ്ശേരിയും ശാന്തകുമാർ വെള്ളാലത്തും അജിത് ബാബു 3 പേരും നിലമ്പൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം പ്രസാദിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് പ്രസാദ്. അപ്പോൾ നമുക്ക് ആദ്യം UDFന്റെ ചിത്രമൊക്കെ തെളിഞ്ഞു, സ്ഥാനാർത്ഥി ഇന്ന് പര്യടനത്തിനായി ഇറങ്ങുന്നുമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ഇടതുമുന്നണിയുടെ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം. ഇന്നിപ്പോൾ നേതൃയോഗവും സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഇതുവരെ ഒരു തീരുമാനം, ഒരു ചിത്രത്തിലേക്ക് എത്താൻ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ഞങ്ങൾ അതിലേക്ക് കടക്കാം എന്നൊരു നിലപാടിൽ ആയിരുന്നു. നേതാക്കളുടെ പ്രതികരണമൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങനെയാകും ചർച്ചകൾ? ഒരു പൊതു സ്വതന്ത്രനെയാണോ പരിഗണിക്കുന്നത്, അതോ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിലമ്പൂരിലേക്ക് എത്തുമോ? എങ്ങനെയാണ് ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ നിലമ്പൂരിൽ? ഗുഡ് മോർണിംഗ് സ്വാതി. ഇനിയിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ ശ്രദ്ധയും LDFിലേക്കാണ്. അത് CPMന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് CPMന്റെ ഇവിടെ LDFന്റെ മണ്ഡലം കമ്മിറ്റി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM ഇതിൽ ആലോചനകൾ നടക്കുന്നു. അതിൽ പൊതുവായി നിൽക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ്. അതിലേക്കുള്ള പരിഗണന ഇപ്പോൾ ഷറഫ് അലി, ഷെറോണ റോയ് തുടങ്ങിയുള്ള ആളുകളുടെ പേരുകളാണ് പ്രധാനമായും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം മുമ്പ് 2011-ലും 96-ലും ഇവിടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് മാത്യുവിന്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഇനി 2 ദിവസത്തിനകം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് CPIM വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ കൂടിയാലോചനകളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയ്ക്ക്, അതായത് നേരത്തെ ഇത് LDF സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ പിന്നീട് LDF വിട്ട് UDFിലേക്ക് പോവുകയും പിന്നീടുണ്ടായില്ല ഇന്നലെയെല്ലാം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവർ നടത്തിയ പ്രസ്താവന, അതിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള നടത്തിയിട്ടുള്ള പ്രസ്താവന, ഇതെല്ലാം അൻവർ ഇനി UDFനോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലെല്ലാം സംശയം നിൽക്കുന്നു. അപ്പോൾ LDFന് അതെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി മത്സരത്തിലേക്കോ അല്ലെങ്കിൽ അൻവറിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങനെയൊരു ഇതിലേക്ക് അൻവർ പോയി കഴിഞ്ഞാലും അതെല്ലാം LDFന് ഗുണകരമാകും. അങ്ങനെയെങ്കിൽ LDF ആ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുക. എന്തായാലും ഇന്ന് മണ്ഡലം കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനകത്ത് ഈ പേരുകളെല്ലാം തന്നെ അവർ ചർച്ചയ്ക്കെടുക്കും. അതിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് തന്നെ മുൻതൂക്കം നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. ശരി പ്രസാദ്. ഇനിയിപ്പോൾ നമുക്ക് UDFന്റെ ഇന്നത്തെ ദിവസം അവർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശാന്തകുമാർ വെള്ളാലത്തിലേക്ക് പോകാം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. രാവിലെ കുടിയൊക്കെ ചൂടി നിൽക്കുന്നത് കാണാം. അപ്പോൾ മഴയാണെന്ന് മനസ്സിലാക്കുന്നു. ശാന്തകുമാർ നിൽക്കുന്ന ഭാഗത്ത് നിലമ്പൂരിൽ മഴയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഈ പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് സ്ഥാനാർത്ഥി. എങ്ങനെയാണ് ഇന്നത്തെ UDFന്റെ പ്ലാൻ? സേതു, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ പെരുമഴയാണ്, പക്ഷേ പോരാട്ട ചൂടും തുടങ്ങിക്കഴിഞ്ഞു. അതിലെ ആദ്യം UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഇന്നലെ പ്രചരണം ആരംഭിച്ചു, പ്രഖ്യാപനം വന്നു. ഇന്നലെ തന്നെ അതിനുള്ള പ്രചരണങ്ങൾക്ക് എല്ലാം തുടക്കമാവുകയും ചെയ്തു. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പിതാവിൻ്റെ ആര്യാടൻ മുഹമ്മദിൻ്റെ രാവിലെ കബറിടത്ത് പോയി പ്രാർത്ഥന നടത്തും. അതിനുശേഷം ലിറ്റിൽ ഫ്ലവർ ക്രിസ്തീയ ദേവാലയത്തിൽ അദ്ദേഹം പോകുന്നുണ്ട്. തുടർന്ന് ഇന്ന് 3 മണിക്കാണ് UDFന്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന നേതൃയോഗം അത് നിലമ്പൂരിലുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ഒപ്പം തന്നെ KPCC പ്രസിഡന്റ്, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളുമായി കാണാനും അവരിൽ നിന്ന് ആശീർവദിക്കാനും എല്ലാം അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിനെ തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട ഭാരവാഹികളെയും എല്ലാം കാണുന്ന ഇതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ ഷെഡ്യൂൾ ഉള്ളത്.
നിലമ്പൂരിൽ പോരാട്ട ചൂട് കനത്തു. കാരണം രണ്ട് തരത്തിൽ ആ പോരാട്ടം അവിടെ ആരംഭിച്ചു എന്ന് പറയാം. ഒന്ന്, കോൺഗ്രസിനെ UDFിനെ സ്ഥാനാർത്ഥിയായി, ഒപ്പം തന്നെ അതിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് PV അൻവർ രംഗത്ത് വന്നു. ഇവ പരിഹരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് UDFിൻ്റെ നേതൃയോഗത്തിന് ശേഷം നേതാക്കന്മാർ തന്നെ, മുതിർന്ന നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ഇന്ന് നിലമ്പൂരിലുണ്ട്. അവർ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും അൻവറിനെ സമന്വയിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് UDFിൻ്റെ വിജയത്തെയോ ഇല്ലെങ്കിൽ UDFിൻ്റെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയോ ബാധിക്കാത്ത വിധത്തിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമവും UDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഇന്ന് തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പായും ഉണ്ട്. ഓക്കെ ശാന്തകുമാർ, നിലമ്പൂരിൽ നല്ല മഴയാണ്, അത് നമുക്കിപ്പോൾ കാണുകയും ചെയ്യാം. അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇനി അൻവറിന്റെ നീക്കം, ഈ വിഷയത്തിൽ എന്താണ് അൻവർ എടുക്കുന്ന നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അജിത്തുണ്ട്. അജിത്തെ, ഗുഡ് മോർണിംഗ്. ഈ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ നീക്കങ്ങളൊക്കെ അടപടലം പാളിയിരിക്കുകയാണ് PV അൻവർ. 2 ദിവസത്തെ സാവകാശമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു മൊത്തത്തിലൊരു വിലപേശൽ, അത് തന്നെയല്ലേ അൻവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് അൻവറിൻ്റെ വീട്ടിലാണ്, ഉദായിലെ. നമ്മൾ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ രാത്രി ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അൻവർ ഉയർത്തിയ കാര്യങ്ങളും. അതായത് അൻവർ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. വിമർശനം എന്നതിനപ്പുറത്തേക്ക് വലിയ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറിയുമായി വയനാട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നടക്കമുള്ള ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി അദ്ദേഹം ആദ്യ പ്രതികരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയുള്ള ആദ്യ പ്രതികരണം നടത്തുന്നത്. മാത്രമല്ല 2 ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എങ്ങനെ വേണമെന്നുള്ള കാര്യം തീരുമാനിക്കാമെന്നുൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായി. അതിൽ നമ്മൾ എടുത്തു കാണേണ്ടത് 2 കാര്യങ്ങളാണ്. ഇന്നലെ അൻവറിൻ്റെ പ്രതികരണം ഉണ്ടായതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ 2 തരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻവറിനെ മുന്നണിയുമായി ചേർത്ത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലമായ പ്രതികരണം ഇന്നലെ തന്നെ VD സതീശൻ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാവുന്നത്, ഗുരുതരമായ ആരോപണം ഉണ്ടാവുന്നത്. മാത്രമല്ല പിണറായി നേരിടാൻ ശേഷിയില്ലാത്ത ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പറയുന്നു. CPM-മായി ചർച്ച നടത്തിയ ആളാണെന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ 2 തരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, ഇനി അൻവറുമായി ഒരു സമവായം വേണ്ട, അൻവറിൻ്റെ വഴിക്ക് പോകട്ടെ, UDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള പ്രചരണമായി മുന്നോട്ട് പോകാം. ഇനിയും അൻവറിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുകയുള്ളൂ. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തുമായി അൻവറിനുള്ളത് വ്യക്തിപരമായ വിദ്വേഷമാണ്, അത് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇനി സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ അൻവറിൻ്റെ വിലപേശലിന് വഴങ്ങാത്തതുപോലെ തന്നെ ഇനി ഒരു വഴങ്ങൽ ആവശ്യമില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൻവറിനോട് ഒരു അവസാനവട്ട സമവായ ശ്രമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ 2 ദിവസത്തിനുള്ളിൽ, ഈ 2 ദിവസം അൻവർ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഒരു ശ്രമവും കൂടി നടത്തി അൻവറിനെ കൂടി ഒപ്പം നിർത്തി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്നുള്ളത് കോൺഗ്രസും UDFും ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങളൊക്കെ പറഞ്ഞ അൻവർ തന്നെ UDF യോഗങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രചരണങ്ങളിലേക്കും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മൈലേജ് അത് ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് UDF ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ ചേർത്ത് നിർത്താം എന്നൊരു വിഭാഗം വിചാരിക്കുന്നുണ്ട്. അതൊരു സമവായ ശ്രമം നടത്തണമെന്നുള്ളതാണ് ആ കൂട്ടരുടെ നിലപാട്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ കാഴ്ചപ്പാടിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. സേതുലക്ഷ്മി, അവസാനമായ ഒരു കാര്യം പറയാം. അതായത് 2 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗം ഉൾപ്പെടെ അൻവർ വിളിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം മത്സരിക്കാനുള്ളതാണെങ്കിൽ അതിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. കാരണം അങ്ങനെ ഒരു ആലോചന നടത്തി കഴിഞ്ഞാൽ അൻവർ മത്സരിച്ചാൽ അത് വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നിലമ്പൂർ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല ഇത് കൂടാതെ ഒരു സാധ്യത കൂടി അൻവർ പരിശോധിക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് ഇവിടെ വ്യാപാരി വ്യവസായികളൊക്കെ സ്ഥാനാർത്ഥി നിർത്താൻ ആലോചിക്കുന്നുണ്ട്. അതിന് പിന്തുണ നൽകണോ, അതല്ലാതെ തൃണമൂലിൽ നിന്നുള്ള വേറെ മറ്റാരെങ്കിലും പരിഗണിക്കണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഈ 2 ദിവസത്തിനുള്ളിൽ നടത്തും. ഇന്നും നാളെയുമായി അൻവർ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകളുമായും എല്ലാം ചർച്ച നടത്തി അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഓക്കെ അജിത്ത്, അപ്പോൾ PV അൻവറിന്റെ നിലപാട് അതും ഇനി അറിയേണ്ടതുണ്ട്. നിലമ്പൂരിൽ എങ്ങനെയായിരിക്കുമെന്ന് ഇന്നത്തെ നിലമ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരിയും ഒപ്പം ശാന്തകുമാർ വെള്ളാലത്തും അജിത്തും.
നമുക്ക് ഇനി മറ്റ് വാർത്തകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നിലമ്പൂരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയും, രാഷ്ട്രീയത്തിന് അതീതമായി അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ജനവിഷയങ്ങൾ, ഒത്തിരി ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമൊക്കെ ചർച്ചയാകുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ ആ നിലമ്പൂരിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനം PV അൻവറിന്റെ നിലപാട് കൂടിയാണ്. കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊക്കെ ഒരു സമീപനമാണെങ്കിൽ പോലും ഈ അൻവർ എടുക്കുന്ന ഒരു നിലപാട് അത് ശ്രദ്ധേയം തന്നെയാണ്. നിലമ്പൂരിൽ എല്ലാ കണ്ണുകളും അൻവറിലേക്കും തന്നെയാണ്.